ചില വിഭാഗക്കാരെ മാത്രം പരിഗണിച്ചുള്ള നയങ്ങൾക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. മലപ്പുറം രൂപീകരണ വിഷയവും പെൻഷൻ തർക്കവുമൊക്കെ ഇടതും വലതും ഉന്നയിക്കുന്നത് യഥാർത്ഥ വികസന പ്രശ്നങ്ങളിൽ ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിലൂടെ കുറച്ച് പിന്നിലായി പോയി പ്രചാരണത്തിൽ എന്നാണല്ലോ പൊതുവെ വിലയിരുത്തൽ. എങ്ങനെയാണ് ആ സാഹചര്യത്തെ കാണുന്നത്? ഇല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടൊന്നുമില്ല. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും നോമിനേഷൻ കൊടുത്തതും. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഇന്ന് പ്രചരണ രംഗത്ത് നിലമ്പൂരിൽ ദേശീയ ജനാധിപത്യ സഖ്യം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇനി നാളെയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ, NDAയുടെ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും, പ്രവർത്തനം കൂടുതൽ ത്വരിതഗതിയിലെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ മുന്നേറ്റം, വിജയമാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം NDA നേടാൻ വേണ്ടി പോകുന്നത്. UDF മുഖ്യമായും പ്രചാരണ വിഷയം എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി മാസങ്ങൾക്ക് മുമ്പ് ഹിന്ദുവിൽ എഴുതിയ ഒരു കൊടുത്ത അഭിമുഖമാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്, അവിടുത്തെ പണം ദേശവിരുദ്ധ പ്രവർത്തനം ഉപയോഗിക്കുന്നത് എന്നുള്ള പരാമർശങ്ങളൊക്കെ അടങ്ങിയ അത് മുഖ്യമന്ത്രി നിഷേധിച്ചതുമാണ്. എങ്ങനെയാണ് ആ ഒരു പ്രചാരണത്തെ കാണുന്നത്? അല്ല, ഞങ്ങൾ ഈ മലപ്പുറത്ത് മാത്രമല്ല, വികസന രംഗത്ത് കേരളം തന്നെ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതിൽ മലപ്പുറം പെടും, നിലമ്പൂരും പെടും. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാർട്ടിക്കും പിണറായി വിജയൻ്റെ സർക്കാരിനും പങ്കുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വ സർക്കാരിനും പങ്കുണ്ട്. അവിടെ കേരളം പാടെ ഇവരുടെ 65 കൊല്ലക്കാലത്തെ ദുർഭരണത്തിൽ കേരളം ആകെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ വികസിത കേരളം വേണം, ഒരു പുതിയ വികസിത നിലമ്പൂരുണ്ടാകണം. അതിൻ്റെ വ്യക്തമായ സന്ദേശം നൽകുന്നതായിരിക്കും നിലമ്പൂരിലെ ജനവിധി. അത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മാതൃകയാകും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്, NDAക്ക് അനുകൂലമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്നതായിരിക്കും നിലമ്പൂരിലെ ജനവിധി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഇപ്പോഴും അന്ന് നിങ്ങൾ ബി.ജെ.പിയുടെ അഭിപ്രായം അത് ശരിയാണെന്നുള്ളതായിരുന്നു. അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ചർച്ച ചെയ്യപ്പോൾ അതൊക്കെ ഇവർക്ക് 2 പേർക്കും സത്യത്തിൽ ഇതുപോലുള്ള പ്രചരണങ്ങൾ കൊണ്ടുവരുന്നത് ഇവരുടെ ശൂന്യമായ അവനാഴിയുമായിട്ടാണ് LDFും UDFും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഇവർക്ക് വികസനത്തെക്കുറിച്ച് പറയാനില്ല. ഇപ്പോൾ ഇവർ പറയേണ്ടത് എന്തുകൊണ്ടാണ് ഈ നിലമ്പൂരിൽ മലപ്പുറം ജില്ലക്ക് വലിയ വികസന കുതിപ്പേകുന്ന ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? അത് UDFിൻ്റെയും LDFിൻ്റെയും വികസന വിരുദ്ധത കൊണ്ടാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ നിലമ്പൂർ ബൈപ്പാസ് 2 പതിറ്റാണ്ടിലധികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. സ്വാഭാവികമായിട്ടും NDAക്ക് വലിയ വിജയസാധ്യതയുള്ളത്. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് മാത്രമല്ല, LDFിനും UDFിനും വലിയ വോട്ട് ചോർച്ച ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് സമഗ്രമായ മാറ്റമുണ്ടാകും എന്നാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ പദ്ധതികളുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.